ഏഴാം ക്ലാസ്സിലെ മലയാളം അളകനന്ദയിലെ വെള്ളാരം കല്ലുകൾ എന്ന പാഠത്തിന്റെ 3-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു, ഏകനായി വലിയ സമ്പാദ്യങ്ങളൊന്നുമില്ലാതെ ഹിമാലയം കാണാൻ പോയ രാജൻ കാക്കനാടൻ എന്ന ചിത്രകാരനും നടനും സഞ്ചാരിയുമൊക്കെയായ ലേഖകൻ ബദ്രീനാഥിലേക്ക് പോകുന്ന വഴിയിൽ ഗഡ്വാൾ കുടുംബങ്ങളിൽ ഒന്നിൽ എത്തുകയും അവിടുത്തെ കുടുംബനാഥനെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പരിചയപ്പെടുന്നു. ഭാരതത്തിന് 47 ഓഗസ്റ്റിൽ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും 1975-ലും ഏകദേശം 3 ദശാബ്ദമായിട്ടും ഭാരതത്തിലെ ദാരിദ്ര്യവും ബാലവേലയും ഒന്നും അവസാനിച്ചിട്ടില്ല എന്ന ലേഖകന്റെ സാക്ഷ്യപ്പെടുത്തൽ നമ്മൾ കണ്ടു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ജന്മിയായ മോഹൻലാൽ ഗൗറിന്റെ കീഴിൽ പണിയെടുക്കുന്ന ഇദ്ദേഹം തൻ്റെ ചെറിയ മകളുടെ കല്യാണത്തിന് ധനം സമ്പാദിക്കാനായി 14 വയസ്സുള്ള ആൺകുട്ടിയെ ദില്ലിയിൽ ഒരു ബന്ധുവിന്റെ കൂടെ പറഞ്ഞയക്കുന്നു. ഇത്രയുമൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും ഈ കുടുംബനാഥന്റെ ഭാര്യ അലൂമിനിയം ടംബ്ലറിൽ ആവി പറക്കുന്ന ചായ കൊണ്ടുവന്ന് വെച്ചു. അയാൾ പറഞ്ഞു, ബാബു, ഞങ്ങൾ സാധുക്കളാണ്, ക്ഷമിക്കണം, ചായക്ക് പാലില്ല. ഇവിടെ നമ്മൾ കണ്ട് അതിഥി ദേവോഭവ എന്ന ഭാരതീയ ദർശനം, അതിഥിയെ ദൈവതുല്യം കണക്കാക്കുന്ന ആ ഒരു രീതിയിൽ സൽക്കരിക്കുക, ആ ഒരു ദർശനം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ പാലിക്കുന്ന ആളാണ് ഈ കുടുംബനാഥൻ എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പാചൊഴിക്കാത്ത ചായയാണ് ഇഷ്ടപ്പെടുന്നതെന്നും ആ ചെറു കുടുംബവുമായി കണ്ടുമുട്ടിയതിൽ അത്യധികമായ സന്തോഷമുണ്ടെന്നും, വളരെയധികം എന്നും പറഞ്ഞ് ശർക്കര ചേർത്ത ആ കറുത്ത ചായ ഊതി കുടിക്കാൻ തുടങ്ങി. ഇവിടെ നമ്മൾ ഈ അത്യധികമായ സന്തോഷം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇദ്ദേഹത്തിന്റെ യാത്ര ഏകനായിട്ടാണ്. ചിലപ്പോൾ ദിവസങ്ങളോളം ഈ മഞ്ഞ് മൂടിക്കിടക്കുന്ന താഴ്വരയിൽ, കുന്നുകളിൽ ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വഴിയിൽ ഒരാളെ പോലും കണ്ടെന്ന് വരില്ല. ചിലപ്പോൾ ഭക്ഷണത്തിനൊന്നും കിട്ടിയെന്ന് വരില്ല. ഒരു ചൂട് ചായ അന്വേഷിച്ച് ഒരുപാട് നടക്കേണ്ടി വരും. സംസാരിക്കാൻ ആളില്ല. നമുക്കറിയാം, ഏകാന്തത അസഹനീയമാണ്, തണുപ്പ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു കുടുംബത്തെ കാണുക, ഒരു വ്യക്തിയെ കാണുക, സംസാരിക്കുക, ആശയവിനിമയം ചെയ്യുക, അതൊക്കെ ആഹ്ലാദകരമായ കാര്യമാണ്. ഞാൻ വാതിക്കൽ നിന്ന കുട്ടിയെ വിളിച്ച് ചോദിച്ചു, നിന്റെ പേരെന്താണ്? അവൾ ആദ്യം ഒന്ന് പരിങ്ങി. കാരണം ഇദ്ദേഹത്തെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്, പരിചയമില്ലല്ലോ. അവളുടെ അച്ഛന്റെയും തൊട്ടടുത്ത് നിന്ന അമ്മയുടെയും മുഖത്ത് നോക്കി. അപ്പോൾ അവളുടെ അച്ഛൻ പറഞ്ഞു, ഇടി, നാണിക്കാതെ പേര് പറഞ്ഞു കൊടുക്ക, ഈ ബാബു നിന്റെ ചേട്ടനെ കാണും. അപ്പോൾ അവളുടെ കവിളത്ത് തെളിഞ്ഞു വന്ന നുണക്കുഴികളുടെ അഴക്, കണ്ണുകളിൽ മിന്നി പറഞ്ഞ നക്ഷത്രപ്രഭയും എനിക്കൊരിക്കലും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോ കൊച്ചുകുട്ടി, അവളുടെ മുഖത്തെ ചിരി, തെളിയുന്ന നുണക്കുഴി, ഇതൊക്കെ അവളുടെ ഭംഗി കൂട്ടിയിട്ടുള്ളൂ. കണ്ണുകളിൽ മിന്നി മറിഞ്ഞ നക്ഷത്രപ്രഭ, ചേട്ടനെ കുറിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ആ മുഖത്ത് പെട്ടെന്നുണ്ടായ തെളിച്ചമാണ് നക്ഷത്രപ്രഭ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എനിക്കൊരിക്കലും മറക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഈ യാത്രയിലെ, ഹിമാലയ യാത്രയിലെ അവിസ്മരണീയമായ മുഹൂർത്തങ്ങളിൽ ഒന്നാണിത്. എന്തുകൊണ്ടാണ് ലേഖകന് ഈ പെൺകുട്ടിയുടെ അവിസ്മരണീയമായതെന്ന് അറിയണമെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഈ ചാപ്റ്റർ, ഈ അധ്യായത്തിന്റെ പിന്നിലേക്ക് നമ്മൾ സഞ്ചരിക്കണം. അധ്യായം 17-18. 17-ാം അധ്യായമായ ചമോലി ധർമ്മശാലയിൽ, ചമോളി എന്നാണ് ലേഖകൻ എഴുതുന്നത്, ചമോലി എന്നാണ് കൂടുതൽ അതിനെ പറ്റി പറയാറുള്ളത്, ആ സ്ഥലത്തെ പറ്റി പറയാറുള്ളത്.
അദ്ദേഹം 18 മറക്കാനാവാത്ത ഒരു രാത്രി. ഞാൻ ആദ്യം പറഞ്ഞു ഇദ്ദേഹം കാൽനടയായിട്ടാണ് പോയത്. ഏകനാണ്. യാത്രയിലുള്ള തണുപ്പ്, ഭക്ഷണം കിട്ടായ്മ, വാഹനമില്ലായ്മ, അല്ലെങ്കിൽ വാഹനത്തിന് കൊടുക്കാൻ പൈസ ഇല്ലായ്മ, ഇതൊക്കെ വലിയ അദ്ദേഹം നേരിട്ട വെല്ലുവിളികളാണ്. അങ്ങനെ ഈ ചമോലി ധർമ്മശാല അവിടുത്തെ ഈ ഹിമാലയ യാത്രയ്ക്ക് വരുന്ന സന്യാസിമാർക്ക് സൗജന്യമായി ഭക്ഷണം, താമസം ഒക്കെ കൊടുക്കുന്നതാണ്. അവിടെ ഉള്ള അരിവെപ്പുകാർക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ തുകയൊക്കെ സംഭാവന ചെയ്ത് കഴിഞ്ഞു പോകുന്ന സഞ്ചാരികൾക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൃത്യമായിട്ടൊന്നും വാങ്ങിക്കാത്ത സ്ഥലങ്ങളാണ്. അവിടെ ഈ ചമോലി ധർമ്മശാലയിൽ അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോ അവിടെ ഒരു വൃദ്ധൻ കിടക്കുന്ന ഒരു മുറി എന്ന് പറഞ്ഞുകൂടാ, ഒരു ഹാള്. ആ വൃദ്ധൻ അവിടെ കിടന്നിങ്ങനെ, അദ്ദേഹത്തിന് അവിടുന്ന് വലിയ ദുർഗന്ധം വരുന്നുണ്ട്. അദ്ദേഹത്തെ പറ്റി ഭ്രാന്തൻ, പാഗൽ എന്ന വാക്കാണ് ഈ കൂട്ടത്തിലുള്ളവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ ആരും തിരിഞ്ഞു നോക്കാനല്ല, വെള്ളം കൊടുക്കാൻ ആളില്ല. പിന്നെ അവിടെ ഉള്ള ഒരു സർദാർജി, സന്ത് ശോഭാ സിംഗ് എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ ഇദ്ദേഹം കാണുന്ന വെള്ളപ്പാണ്ടുള്ള ഒരു വൃദ്ധൻ, പിന്നെയും മറ്റാരൊക്കെയോ കരിമ്പടത്തിനുള്ളിലുള്ള ചില മനുഷ്യർ. ഇദ്ദേഹം അവിടെ മഴയുണ്ട്, മഴയത്ത് നനഞ്ഞൊലിച്ച്, കാര്യം കമ്പിളി ഉടുപ്പൊക്കെ ഉണ്ട്, പക്ഷെ ഈ നനഞ്ഞൊലിച്ച് ക്ഷീണിച്ചാണ് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്ന് ഒരു മുറിയിലേക്ക് കയറുമ്പോ അങ്ങോട്ട് കയറണ്ട എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം ക്ഷീണിതാണ്. അവിടെ ചെന്നു. അവിടെ ഒരു വൃദ്ധൻ അവിടെയുണ്ട്. വല്ലാത്ത ദുർഗന്ധമൊക്കെ വരുന്നുണ്ട്. അവിടെ തൻ്റെ ഈ നനഞ്ഞു കുതിർന്ന വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് ഒരു തോർത്തുകൊണ്ട് ശരീരമൊക്കെ തുടച്ച് ഒരു തരത്തില് രാത്രിയിൽ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ കിടന്നു കഴിഞ്ഞപ്പോ രാത്രിയുടെ ഏതോ ഒരു യാമത്തില് ഈ ആളുടെ, ഈ വൃദ്ധന്റെ ഒരു കരച്ചിൽ കേൾക്കുന്നുണ്ട്. അദ്ദേഹം ചാടി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ഗരം പാനി, ചൂടുവെള്ളം എന്നിങ്ങനെ പറഞ്ഞ് ഈ വൃദ്ധം കരയുന്നുണ്ട്. ഈ മനുഷ്യൻ ഈ തണുപ്പത്ത് ചൂടുവെള്ളം കിട്ടാനാണ് കരയുന്നത് എന്ന് മനസ്സിലാക്കിയ ലേഖകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് ദൂരെ പോയി മറ്റൊരു ചെറിയ തട്ടുകട എന്നൊക്കെ നമുക്ക് പറയാവുന്ന ഒരു ചെറിയ ചായക്കടയിൽ അവിടെ ചെന്ന് അവിടെ ഒരു പോലീസുകാരൻ ഇരുന്ന് അന്തി ഉറങ്ങുന്നുണ്ട്. പോലീസുകാരനെയൊക്കെ കണ്ട് അവിടുത്തെ കിടന്നുറങ്ങുന്ന ചായ ഉണ്ടാക്കുന്ന ഒരു പയ്യനെ വിളിച്ചപ്പോൾ ചായ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ പൈസ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ കൂടുതൽ കൊടുത്ത് 2 ചായ വാങ്ങിച്ച് ഒരെണ്ണം ഇദ്ദേഹം അവിടെ നിന്ന് കഴിച്ചു. എന്നിട്ട് രണ്ടാമത്തെ ഒരു പാത്രത്തിൽ ചായയുമായിട്ട് ഇവിടെ വന്നപ്പോഴേക്കും ഈ വൃദ്ധൻ വെള്ളം കുടിക്കാതെ മരിച്ചുപോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ലേഖകന് വലിയ സങ്കടമായി, പ്രയാസമായി. താൻ അവിടെ ചായ കുടിക്കാതെ അല്പം കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഈ ആള് മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാമായിരുന്നല്ലോ എന്നൊരു പ്രയാസമുണ്ട്. അപ്പോൾ ഈ സർദാർജി അവിടെ വളരെ പ്രായമായ, മുടിയെല്ലാം നരച്ച് വളരെ പ്രായമായ ഭാങ് എന്ന് വെച്ചാൽ ചാരായ, ആ ചാരായം ഒക്കെ കഴിച്ച് കഞ്ചാവും ഒക്കെ വലിച്ച് നിൽക്കുന്ന ഒരു ഭ്രാന്തനെ പോലെ തന്നെ പെരുമാറുന്ന ഒരു സർദാർജി, അദ്ദേഹം എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഇത് കേട്ട് ലേഖകൻ ദേഷ്യം വന്നിട്ട് നിങ്ങൾ ആരാണ്, തും കോൻ ഹോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് ഈ സർദാർജിയെ വല്ലാതെ വിറളി ഒടിപ്പിച്ചു. നിങ്ങൾ കാറ്റിനോട് ചോദിക്കൂ, മഴയോട് ചോദിക്കൂ, ഡൽഹിയിൽ പോയി ചോദിക്കൂ, നിങ്ങൾ പോകുന്ന വഴിക്ക് എവിടെയും ചോദിക്കൂ ഞാൻ ആരാണെന്ന്. ഇവൾക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. എന്നിട്ട് നിങ്ങൾ എന്നെ അവമാനിക്കുകയാണ്, എന്നെ അറിയില്ല എന്ന് പറഞ്ഞ് അവമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലേഖകനോട് കയർക്കുന്നുണ്ട്. അപ്പോ ഈ സാഹചര്യത്തില് രാജൻ കാക്കനാടൻ ചെയ്ത ഒരു കാര്യം, തന്റെ കയ്യിലെ കാപ്പി ആർക്കാണോ കൊണ്ടുവന്ന ആളെ മരിച്ചുപോയി ഈ സർദാർജിക്ക് കൊടുക്കണം. കുറച്ചു നേരം അദ്ദേഹം ഇങ്ങനെ നോക്കി നിന്ന് മേടിച്ചു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഈ മുൻപ് പറഞ്ഞതെല്ലാം മറന്ന് ആ കാപ്പി വാങ്ങി കുടിക്കാൻ ശ്രമിക്കുക. കുടിക്കുമ്പോഴാണ് ഇതിന്റെ അടുത്തുള്ളൊരു വെള്ളപ്പാണ്ടുള്ള ഒരു വൃദ്ധൻ സർദാർജിയോട് ചായയുടെ ഒരു തുള്ളി അല്പം ഇരന്ന് ചോദിക്കുകയാണ്. ഒടുവിൽ സർദാർജി അല്പം ചായ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞ് സർദാർജി ശാന്തനായി
ഇങ്ങനെ ഒരു മയക്കത്തിലിരിക്കുമ്പോൾ ഈ വെള്ളപ്പാണ്ടുള്ള വൃദ്ധൻ ഈ സർദാർജിയെ കളിയാക്കുകയാണ്. ആ ഒരു ഭാഗവും നിമിഷങ്ങൾക്ക് മുമ്പ് സർദാർജിയോട് ഇരന്നു വാങ്ങിയ ചായ കുടിച്ചിട്ടാണല്ലോ ഇയാൾ ഇപ്പോൾ സർദാറിനെ പരിഹസിക്കുന്നു തോന്നി. അകത്ത് ദുർഗന്ധം വമിക്കുന്ന ശരീരം, ഇവിടെ ഏതു സമയവും മരണവും കാത്തു കിടക്കുന്ന സർദാർജി, കുറെ ജീവച്ഛവങ്ങളുടെ ഇടയ്ക്ക് അവരുടെ നിസ്സഹായത്തിൽ ആഹ്ലാദിക്കുന്ന വെള്ളപ്പാണ്ടുകാർ. ഒരാൾ മരിച്ചു കിടക്കുന്നു, കുറച്ചുപേര് മരണം അടുത്ത് കിടക്കുന്നു. അതിന് ഇടയില് പരസ്പരം പഴി പറഞ്ഞ് പരിഹസിച്ച് കിടക്കുന്ന വേറൊരു മനുഷ്യൻ. അപ്പൊ എന്താണ് മനുഷ്യന്റെ അവസ്ഥ, മനുഷ്യന്റെ സ്വഭാവം എന്താണെന്നിങ്ങനെ, ജീവിതം എന്നാൽ എന്താണ് എന്നൊക്കെ ഇങ്ങനെ രാജൻ കാക്കനാടൻ വളരെ ചിന്തിച്ച് നിൽക്കുന്ന ഒരു രംഗമുണ്ട്. അതിനുശേഷം അടുത്ത അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ലേഖകൻ ചിന്തിക്കുന്ന ഒരു വാചകമുണ്ട്. അകത്തൊരു ശവം, പുറത്ത് ഏതു സമയവും മരണത്തെ ആശ്ലേഷിക്കാവുന്ന വൃദ്ധന്റെ ജൽപ്പനങ്ങൾ, അർത്ഥമില്ലാത്ത സംഭാഷണങ്ങൾ, കമ്പിളിക്കെട്ടുകളിൽ നിന്നുള്ള മൂളലുകൾ, ഞരക്കങ്ങൾ, പരിദേവനങ്ങൾ, ശാപവാക്കുകൾ, പുറത്ത് ചാറിക്കൊണ്ടിരിക്കുന്ന മഴ, മരം കോച്ചുന്ന തണുപ്പ്, തീർത്ഥയാത്രയ്ക്ക് ഇറങ്ങിയ ഞാൻ വന്നു പെട്ടിരിക്കുന്നത് എവിടെയാണ്, നരകവാതിൽക്കലോ എന്നിങ്ങനെ ലേഖകൻ ആത്മവിചാരം ചെയ്യുന്നു. ഇത് ലേഖകന് വളരെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു ചോദ്യമാണ്. അതിനുശേഷമുള്ള അധ്യായമാണ് പിപ്പൽകോട്ടിയിലേക്കുള്ള യാത്ര. ഈ അധ്യായത്തിലാണ് നമുക്ക് പഠിക്കാനുള്ള അളകനന്ദയിലെ വെള്ളാരംകല്ലുകൾ എന്ന പാഠം. അപ്പോൾ ഈ യാത്രയിൽ നേരം വെളുത്തങ്ങ് പോവാണ്. ഇപ്പൊ തലേ ദിവസം രാത്രിയിൽ ഈ ചമോളി ധർമ്മശാലയിലും അവിടുത്തെ മറക്കാനാവാത്ത ഒരു രാത്രിയെ പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം പ്രഭാതത്തിലെ കാഴ്ചയാണ് നാം ഈ അളകനന്ദയിലെ വെള്ളാരംകല്ല്. അപ്പോൾ അതിന്റെ ആദ്യ ഭാഗം നമ്മൾ അവിടെ കണ്ട് ഈ വീട്ടിൽ ചെന്നു, കുടുംബനാഥനെ കണ്ടതും പരിചയപ്പെട്ടതും ഒക്കെ. പിന്നെ തലേ ദിവസം സംഭവിച്ച മരണം, ശവശരീരം, അവിടുത്തെ മദ്യപാനം, മനുഷ്യരുടെ വഴക്ക്, പരിഹാസം, ഇതെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന അടുത്ത ദിവസം ചെന്നപ്പോ ഈ പെൺകുട്ടിയുടെ സഹോദരനെ പറ്റി കേട്ടപ്പോൾ ചിരിക്കുന്ന നിഷ്കളങ്കമായ മുഖവും അവളുടെ മുഖത്തെ നുണക്കുഴികളും കണ്ണിലെ പ്രതീക്ഷയും ഒക്കെ ലേഖകനിൽ ഉണ്ടാക്കുന്ന ഒരുതരം പുതിയ ഊർജമാണ്. ഇപ്പൊ നിർമ്മലമായ ഇവളുടെ മുഖം ചീഞ്ഞഴുകുന്ന ശവശരീരങ്ങളുടെയും ദുർഗന്ധം വമിക്കുന്ന വ്രണങ്ങളുടെയും ലോകത്ത് നിന്നും എൻ്റെ മനസ്സിനെ പൊടുന്നനെ മാരിവില്ലിന്റെ വർണ്ണങ്ങളും, മാരിവില്ല് എന്ന് വെച്ചാൽ മഴവില്ല, മഴവില്ല് നമുക്കറിയാം 7 വർണ്ണങ്ങളാണ്. മഴവില്ല് നമുക്ക് എത്ര കണ്ടു കഴിഞ്ഞാലും മതിയാവില്ല. അത് നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു പുതിയ ഉന്മേഷം വരും. അതുപോലെ ഒരു ഉന്മേഷവും കസ്തൂരിയുടെ പരിമളം, പരിമളം എന്ന് വെച്ചാൽ സുഗന്ധമാണ്, അതുള്ള ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഈ ജീവിതത്തെ പറ്റി നിഷേധാത്മകമായ അല്ലെങ്കിൽ നമുക്ക് നല്ല ഊർജം തരാത്ത ചിന്തകൾ, ആ ചിന്തകളെല്ലാം മാറ്റി പുതിയ ഊർജം വരുന്ന ചിന്തയിലേക്ക് എൻ്റെ മനസ്സിനെ നയിക്കാൻ ഈ പെൺകുട്ടിയുടെ ചിരിക്കും അവളുടെ മുഖത്ത് തിളക്കത്തിനും കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ പേര് ചോദിച്ചു, അവൾ പറഞ്ഞു സിംല. അത് കഴിഞ്ഞ് നാണിച്ച് അകത്തേക്ക് ഒറ്റ ഓട്ടം കൊടുത്തു ഈ പെൺകുട്ടി. ലേഖകൻ ഈ കുടുംബനാഥന്റെ പേര് ചോദിച്ച് മനസ്സിലാക്കി. അതും മകന്റെ മേൽവിലാസവും ഡയറി കുറിച്ചിട്ടു. ഡൽഹിയിലെത്തിയാൽ ഉടനെ അയാളുടെ മകനെ കാണാം, കണ്ടുപിടിക്കും എന്ന് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം യാത്രയായി. ഈ കുടുംബനാഥൻ പിന്നിൽ നിന്ന് വിളിച്ചു, ബാബു, ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അങ്ങനെ ലേഖകൻ അവിടെ നിന്ന് യാത്രയായി. ഇവിടെ ഞാൻ എന്താ ഓറഞ്ച് മരങ്ങളുടെ ചിത്രമൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഓറഞ്ച് മരം വലിയ പൊക്കമൊന്നുമില്ല. എന്താ ഇതുപോലെയുള്ള പൊക്കങ്ങൾ. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഡൽഹിയിൽ തീവണ്ടിയിലേക്ക് പോവുകയാണ് ചില, പ്രത്യേകിച്ച് ഭോപ്പാൽ, അതുപോലെ നാഗ്പൂർ, ഇങ്ങനെയുള്ള പ്രശസ്തമായ ആ സ്ഥലങ്ങൾ പലപ്പോഴും ഈ തീവണ്ടിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഓറഞ്ച് മരത്തോട്ടങ്ങൾ ഇങ്ങനെ കാണാം. നല്ല വെയിൽ, നമ്മുടെ കേരളത്തിലെ പാടങ്ങൾ പോലെ തുറസായ പ്രദേശമാണ്. പക്ഷെ ഇതുപോലെ നിൽക്കുന്ന വൃക്ഷങ്ങളും
അതുപോലെ പഞ്ഞി, അതുമൊക്കെ അവിടെ, പരുത്തി, നമ്മുടെ നാട്ടിലുള്ള പഞ്ഞിയല്ല, ആ പരുത്തിയുടെ ചെടികളൊക്കെ അവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ വളരുന്ന വൃക്ഷങ്ങളിൽ ഒന്നാണ് ഓറഞ്ച്. ആ മരത്തിനിടയിൽ, ആ തോട്ടത്തിലൂടെ ലഹൻ ഇങ്ങനെ പോകുമ്പോൾ ആരോ പിറകെ ഓടി വരുന്നതായി തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് സിംലയെയാണ്, ഈ ലഹൻ കയറിയ ഗഡ്വാളി കുടുംബത്തിലെ പെൺകുട്ടി. അവൾ ഓടി എൻ്റെ സമീപത്തെത്തി. അവളുടെ ഇറക്കം കൂടിയ കമ്പിളി ഉടുപ്പിന്റെ പോക്കറ്റിൽ നിന്നും ഒരു പൊതിയെടുത്ത് എൻ്റെ നേരെ നീട്ടി. ദില്ലി ബാബു, ഇതെൻ്റെ ഭായിക്ക് കൊടുക്കണം, അവൾ പറഞ്ഞു. എന്താണിത്? ഞാനത് വാങ്ങുന്നതിനിടയിൽ ചോദിച്ചു. അവൾ ഒന്നും പറഞ്ഞില്ല, നാണിച്ച് ചിരിച്ചതേ ഉള്ളൂ. ഞാൻ കടലാസ് പൊതി അഴിച്ചു നോക്കി. ഒരു നെല്ലിക്കയോളം വലിപ്പം വരുന്ന വെളുത്ത ഉരുളങ്കല്ല്. ഇതെന്തിനാണ്? എൻ്റെ ഭായിക്ക്. അവന് വട്ട് കളിക്കാനാണ്. വട്ട് കളിക്കാൻ വെച്ചാൽ ഗോട്ടി കളിക്കുക, മനസ്സിലായല്ലോ. നിനക്കിത് എവിടുന്ന് കിട്ടി? ഞാൻ വെറുതെ ചോദിച്ചു. ഇതോ? അവൾ അളകനന്ദിയിലേക്ക് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഉരുളങ്കല്ലുകൾ ഇഷ്ടം പോലെയുണ്ട്. ബാബുജിക്ക് വേണോ? ഞാൻ പെറുക്കിക്കൊണ്ടുവരാം. ഒരു നിമിഷം ആ കണ്ണുകൾ പ്രകാശിച്ചു. അവൾ വാചാലേ, അപ്പോ താൻ കൊണ്ടുവന്ന, ചേട്ടന് വേണ്ടി കൊണ്ടുവന്ന വസ്തു, അവളെ സംബന്ധിച്ച് വളരെ വിലപിടിപ്പുള്ള വസ്തു, ഈ കൊടുക്കുന്ന ആൾ അദ്ദേഹം സന്തോഷത്തോടെ സ്വീകരിച്ചു. അതുകൊണ്ട് കൂടുതൽ പറയാനായിട്ട് അവൾ തയ്യാറായി. അവൾ വാചാലയായി. വാചാലം എന്നുള്ളതിന്റെ നേർ വിപരീത പദമാണ് മൂകം. തൻ്റെ ജ്യേഷ്ഠന് വേണ്ടി കൊണ്ടുവന്ന, ഈ പെൺകുട്ടി കൊണ്ടുവന്ന വിലപിടിച്ച ഉപഹാരം, അവളെ സംബന്ധിച്ചും അത് വിലപിടിച്ചതാ. കാരണം ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവളോടൊത്ത് കല്ല് കളിക്കുക, ഗോട്ടി കളിക്കുക. അതുകൊണ്ട് ചേട്ടനിത് കൊടുക്കുമ്പോൾ, ചേട്ടനത് കിട്ടുമ്പോൾ സന്തോഷമാവും. ഈ അങ്ങനെ വിലപിടിച്ച ഈ ഉപഹാരം കൂടെ ഇദ്ദേഹം വളരെ താല്പര്യത്തോടെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അതിനെപ്പറ്റി കൂടുതൽ പറയുക. പല നിറങ്ങളിലും ഉള്ളതുണ്ട് ബാബുജി. ചുവപ്പ്, പച്ച, നീല, അങ്ങനെ എന്തെല്ലാം നിറങ്ങൾ, ഒരുപാട് നിറങ്ങളിലെ കല്ലുകൾ ഇങ്ങനെ കാണും. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തതുപോലെ പറഞ്ഞു, എൻ്റെ ഭായിക്ക് വെള്ളക്കല്ലാണ് ഇഷ്ടം. അത് പറഞ്ഞിരുന്നപ്പോൾ ആ ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങുകയാണോ എന്ന് ഞാൻ സംശയിച്ചു. ആ കല്ല് ശ്രദ്ധാപൂർവം കോട്ടിന്റെ അകത്തെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. കാരണം ഈ പെൺകുട്ടി കൊണ്ടു തന്ന ഈ കല്ല് അമൂല്യമാണ്. അത് സൂക്ഷിച്ച് ആ വിലാസക്കാരന് കൊടുക്കുക തന്നെ വേണം. ചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ചേട്ടനോടുള്ള ബന്ധത്തിന്റെ തീവ്രത, അവളുടെ നിഷ്കളങ്കമായ ആ സ്നേഹം, ഇഷ്ടം കൊണ്ട് അവൾക്ക് സങ്കടം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ചുണ്ടുകൾ വിതുമ്പാൻ തുടങ്ങുകയാണോ എന്ന് സംശയിക്കുന്നത്. മുന്നി, നീ മിടുക്കുകയാണ്. മുന്നി എന്നത് വടക്കേ ഇന്ത്യയില് കുട്ടികളെ വിളിക്കുന്ന പേരാ. നമ്മളിപ്പോൾ കേരളത്തില് മലയാളികള് അപ്പു എന്നും അമ്മു എന്നും കണ്ണൻ എന്നും ഇങ്ങനെ പല പേരില് കുട്ടികളെ വിളിക്കും. പാലക്കാട്ടൊക്കെ മിക്കവാറും കുട്ടികളെ കണ്ണ എന്നാണ് വിളിക്കുക. അതുപോലെ വടക്കേ ഇന്ത്യക്കാർ ആൺകുട്ടിയാണെങ്കിൽ മുന്ന എന്നും പെൺകുട്ടിയാണെങ്കിൽ മുന്നി എന്നും വിളിക്കും. അത് സ്നേഹത്തോടെ ലാളിച്ച് വിളിക്കുന്നതാ. മുന്നി, നീ മിടുക്കിയാണ്. ദില്ലിയിലെത്തുമ്പോൾ ഞാനിത് നിന്റെ ഭായിക്ക് തീർച്ചയായും കൊടുക്കാം. അങ്ങനെ ആ കുട്ടിയുടെ മനസ്സിലെ ഒരു പുതിയ പ്രതീക്ഷ, സന്തോഷം ഉണ്ടാകാൻ അദ്ദേഹം വളരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകളാണ് അവളോട് പറഞ്ഞത്. ആ കുട്ടിയെ അങ്ങനെ സമാധാനിപ്പിച്ച് തിരിഞ്ഞു നടക്കുമ്പോൾ നിമിഷങ്ങൾക്ക് മുമ്പ് നക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന കണ്ണുകൾ, ഇപ്പൊ ചേട്ടനെ പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ പ്രതീക്ഷയോടെ ശോഭിച്ച കണ്ണുകൾ ചുവന്ന് കലങ്ങുന്നത്. അപ്പോൾ ഈ ചേട്ടന്റെ അടുത്ത് നിന്ന് ഒരാൾ വന്ന അനുഭവമാണ് ഈ പെൺകുട്ടിക്ക് ഉണ്ടാകുന്നത്. ഇദ്ദേഹം പോകുമ്പോൾ ചേട്ടൻ തൻ്റെ സമീപത്തു നിന്ന് പോകുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ആ ദുഃഖം കൊണ്ട്, സങ്കടം കൊണ്ട് അവൾ കരയുന്നതും ഞാൻ കണ്ടു. ക്ലാസ്സുകൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. രാജൻ കാക്കനാടിൻ്റെ ചിത്രമാണിത്. ഇത് കാച്ചു നിൽക്കുന്ന ഓറഞ്ചിൻ്റെ, ഒരു പ്രത്യേക രീതിയിൽ കൃഷി ചെയ്ത ഓറഞ്ചിൻ്റെ ചിത്രം. ഇത് ഓറഞ്ച് തോട്ടമാണ്. ഇത് തെതിരിയിലേക്ക് പോകുന്ന ആ വഴിയുടെ, റോഡിൻ്റെ മറ്റൊരു ചിത്രമാണ്.